തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കുകൾ 48 മണിക്കൂർ ഹർത്താൽ തുടരുന്നു. ടിവികെ ഒഴികെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ നടക്കുന്നത്. കടുവ ആക്രമണത്തിൽ 2 ആളുകൾ കൊല്ലപ്പെടുകയും പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിലാണ് 48 മണിക്കൂർ ഹർത്താൽ പ്രഖ്യാപിച്ചത്. തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിലാണ് 48 മണിക്കൂർ ഹർത്താൽ നടക്കുന്നത്. ടിവികെ ഒഴികെയുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ. ആഗസ്റ്റ് 9-നും ആഗസ്റ്റ് 21-നുമായി 2 തൊഴിലാളികളെയാണ് കടുവ കൊന്നു തിന്നത്. കൂടാതെ 4 പശുക്കളെയും 2 ആടുകളെയും കടുവ കൊന്നു. ഓവേലി പഞ്ചായത്തിൽ തോട്ടം തൊഴിലാളിയായ ബാലകൃഷ്ണനെ കടുവ ആക്രമിച്ചു കൊന്ന ദിനത്തിൽ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു. എന്നാൽ സർക്കാർ വന്യജീവി ആക്രമണം തടയാനുള്ള നടപടികളൊന്നും കൈക്കൊണ്ടില്ല. 21-ന് കർഷക തൊഴിലാളിയായ രവിയെ കടുവ കൊന്നതിനെ തുടർന്ന് ഓവേലി പഞ്ചായത്തിൽ പ്രതിഷേധം ശക്തമായി. പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി റാസി രവികുമാർ ഉൾപ്പെടെ 9 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചും നരഭോജി കടുവയെ കൂടുവെച്ച് പിടികൂടണമെന്നും മയക്കുവെടി വെക്കണമെന്നും ആവശ്യപ്പെട്ടുമാണ് സർവകക്ഷി നേതൃത്വത്തിൽ ഹർത്താൽ നടത്തുന്നത്. രാവിലെ 6 മണി മുതൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. ഗൂഡല്ലൂർ ടൗണിൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞു. കൈരളി ന്യൂസ്, വയനാട്.